ഇന്ന് രാവിലെ ടി വി ഓൺ ചെയ്തപ്പോൾ ഒരു വാർത്ത കേൾക്കാനിട വന്നു. ഒരു കത്തോലിക്ക അച്ഛനാണ്. അദ്ദേഹം വളരെ മോശമായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഗോവിന്ദച്ചാമിയോട് ഉപമിച്ച് അയാൾ സംസാരിച്ചു. അദ്ദേഹം ഓർക്കണം, ഒരു സംസ്ഥാന പാർട്ടി സെക്രട്ടറിയാണ് ആ മനുഷ്യൻ എന്ന് അച്ഛൻ ഓർക്കാതെ അല്ല സംസാരിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 2 കന്യാസ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചപ്പോൾ അവിടെ ഓടിയെത്തിയത് CPM-ൻ്റെ MP-മാരായിരുന്നു. അത് നിങ്ങൾ മറന്നുപോകരുത്. ലോകസഭയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചതും ജോൺ ബ്രിട്ടാസ് എന്ന MP ആയിരുന്നു. നിങ്ങളതും മറന്നുപോകരുത്. ഇപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും വേണ്ട എന്ന ഒരു രീതിയിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. എല്ലാ അച്ഛന്മാരും ഈ സ്വഭാവക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ചില പുഴുക്കുത്തുകൾ ഈ കത്തോലിക്ക സഭയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരാണ് നിരന്തരം മൈക്ക് കിട്ടുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നത്, അവരെ മോശമായി ചിത്രീകരിക്കുന്നത്. ഇവരൊരു പതിവാണ്, സ്ഥിരമായി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് അവരുടെ രക്തത്തിൽ അലിഞ്ഞേർന്നിട്ടുള്ള കാര്യമാണ്. കാര്യം കമ്മ്യൂണിലെ നമുക്കറിയാം, കാളപ്പോര് വിദേശ രാജ്യത്ത് നടക്കുമ്പോൾ കാളയെ അഴിച്ചുവിടും. സ്റ്റേഡിയത്തിൽ കാണികൾ അനേകരവിടെ ഇരിക്കും. അതിലൊരുത്തൻ ഗ്രൗണ്ടിൽ ചുമന്ന കൊടിയും പിടിച്ചുകൊണ്ട് കാളയുടെ മുമ്പിൽ നിൽക്കും. അത് ഓടി വന്ന് കുത്തുവാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു അനുഭവമാണ് ചുമന്ന കൊടി കാണുമ്പോൾ ചില അച്ഛന്മാർക്ക് ദഹിക്കുന്നില്ല. അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ അവർ അംഗീകരിക്കാൻ ശ്രമിക്കാറില്ല. അവരെ കിട്ടുന്ന അവസരമെല്ലാം അവർ മോശമായി ചിത്രീകരിക്കുന്ന കുറേ അച്ഛന്മാർ കത്തോലിക്ക സഭയിലുണ്ട്. അച്ഛന്മാർ മാത്രമല്ല, അതിൻ്റെ മുകളിൽ വെള്ള ലോഹ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, കളറൊക്കെ ഇട്ട് നടക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാം സ്ഥിരം തൊഴിൽ ഇത് തന്നെയാണ്. അവർ ഇതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. അവർക്കെതിരെ കലാപങ്ങൾ അഴിച്ചുവിടുന്നവർ, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ തുറങ്കിലടിച്ചവർക്കെതിരെ ഈ അച്ഛന്മാരൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പോഴും ഇടതുപക്ഷത്തെ വിമർശിക്കുവാനും അവരെ കിട്ടുന്ന സമയത്ത് അടിക്കുവാനുള്ള വടിയായി അവരെടുക്കാറുണ്ട്. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ അടികിട്ടാത്തതിൻ്റെ കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചില സംഘടനകളുണ്ട്. അവരൊന്നുമില്ലെങ്കിലും ഇതൊക്കെ എതിർക്കുന്നവരാണ്, പരസ്യമായി എതിർക്കുന്നവരവർ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ള കുപ്പായമൊക്കെ ഇട്ട് തെരുവിലൂടെ
ധൈര്യമായിട്ട് നടക്കാം. വടക്കേ ഇന്ത്യയിലെ സ്ഥിതി അതല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ അങ്ങനൊരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾ നിങ്ങൾക്കെതിരെ തിരിയുന്നില്ല. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. നിങ്ങളുടെ ശക്തി കൊണ്ടോ ഒന്നുമല്ല നിങ്ങളെ ആക്രമിക്കാൻ വരാത്തത്. ഭയപ്പെടാൻ ചില പാർട്ടി അണികളുമുണ്ട്, സംഘടനകളുമുണ്ട്. അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതാണ് ജനാധിപത്യം. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ വിരോധമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് വെളിയിൽ വരിക തന്നെ ചെയ്യും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കി ഒരു സംസ്ഥാന സെക്രട്ടറിയെ ആക്ഷേപിക്കുന്ന ഗോവിന്ദസ്വാമിയോട് ചേർക്കുന്നതൊക്കെ അച്ഛനൊന്ന് മനസ്സിലാക്കണം. തെറ്റായ ഒരു രീതിയാണെന്ന് മനസ്സിലാക്കണം. ഗോവിന്ദസ്വാമി എന്താ പറഞ്ഞത്? ആ പറഞ്ഞതാണോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? വിവരവും വിവേകവും ഉണ്ടാകണം അച്ഛന്മാർക്ക്. ചുമ്മാതെ ലോഹ ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ മാർഗം, ക്രിസ്തു എന്താണെന്ന് ആ ബൈബിളിലൂടെങ്കിലും, നിങ്ങൾ എഴുതി വെച്ച ബൈബിൾ അല്ലാത്ത ബൈബിളിലൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. മറ്റുള്ളവരെയും കൂടെ ബഹുമാനിക്കാൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക, ശത്രുക്കളായി കാണാതിരിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ബൈബിളിൽ ഇതൊക്കെ കാണുമായിരിക്കും. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതും ധിക്കരിക്കുന്നതുമൊക്കെ ഒരുപക്ഷെ അതിനകത്ത് കാണും. അപ്പം ആ ഒരു നിലപാട് ഒരിക്കലും കത്തോലിക്ക സഭയിലെ ചില അച്ഛന്മാർക്ക് യോജിച്ച കാര്യമില്ല. ഇതുകൊണ്ടൊന്നും രണ്ട് ക്രിസ്ത്യാനികളെ, രണ്ട് സിസ്റ്റർമാരെ അവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടുകൊണ്ട് ഇതൊന്നും അവസാനിക്കുന്നില്ല. ഇതൊക്കെ തുടക്കമാകുന്നതേ ഉള്ളൂ. നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. ഇത് തുടക്കമാണ്. ഇവിടുന്ന് കെട്ടി ഓടേണ്ട ഒരു സമയം ബൈബിളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം സുഖമായിട്ട് മേടയിലൊക്കെ കഴിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കൊഴുത്ത് തഴിച്ച് മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ശൈലിയുണ്ടല്ലോ, അതൊട്ടും ലോഹയിട്ട ഈ മനുഷ്യർക്ക് യോജിച്ച കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ നല്ലത്. ബൈ.